Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Jinsha. Jinsha. ജിൻഷ ആളില്ലേ ഇവിടെ? ഓക്കെ, ഇപ്പൊ 4 പേരാണല്ലോ ജോയിൻ ചെയ്തിട്ടുള്ളൂ ക്ലാസ്സില്. കഴിഞ്ഞ ക്ലാസ്സിൽ എത്ര പേരുണ്ടായിരുന്നു? 8 അല്ലേ? നിങ്ങൾ മാക്സിമം ലൈവ് ക്ലാസ്സിൽ തന്നെ കയറുക. ഇപ്പോ നമുക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവര് ലൈവ് ക്ലാസ്സിൽ തന്നെ കയറുക കേട്ടോ. പിന്നെ ഇതാണെങ്കിൽ നമ്മൾ ത്രൂ ഔട്ട് നമുക്ക് ആ ടൈം വെച്ചിട്ട് നമ്മൾ ആ കറക്റ്റ് സമയത്ത് തന്നെ ഇരുന്ന് ക്ലാസ്സുകൾ പോകും. അപ്പൊ നമുക്ക് എന്താ പറയാ, അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ക്ലാസ് ആകുമ്പോൾ ചിലപ്പോൾ ഇന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നാളെ അങ്ങനെ പെൻഡിങ് വരും. പിന്നെ നിങ്ങൾക്ക് അത് റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. മാക്സിമം ലൈവില് കയറാൻ നോക്കുക. ഓക്കെ, ഇപ്പൊ കഴിഞ്ഞ 2 ക്ലാസ് നിഷ ടീച്ചർ ആയിരുന്നു അല്ലേ ക്ലാസ് എടുത്ത? ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഒക്കെ തന്നായിരുന്നു. പിന്നെ ഡിപ്പാർട്ട്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്തു തോന്നുന്നു അല്ലെ? ചാപ്റ്റർ ടീച്ചർ സ്റ്റാർട്ട് ചെയ്തില്ലേ? Yes, ma'am. ഓക്കെ. അപർണ, അപ്പൊ ജസ്റ്റ് ഇപ്പൊ നമ്മള് 4 പേരല്ലേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. അപർണ, ഒന്ന് വീഡിയോ ഒന്ന് ഓൺ ആക്കോ, നാളെ ഒന്ന് കാണട്ടെ. ഓക്കെ, അപർണ വീട് എവിടെയാ? എന്റെ വീട് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ്. പാലക്കാടാണ്. മണ്ണാർക്കാട്. മണ്ണാർക്കാട്. ഓക്കെ, എന്താ ചെയ്യുന്നേ അപർണ? എന്താ പഠിച്ചത്? ഞാൻ +2 കഴിഞ്ഞ് ഡിഗ്രി ഒന്നും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. പിന്നെ അക്കൗണ്ടിങ് കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഹൗസ് വൈഫാണ്, ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. മക്കളൊക്കെയാ? മൂത്താള് 6ാം ക്ലാസ്സില്, ചെറിയ ആള് 2ാം ക്ലാസ്സിൽ. 2ായിട്ടുള്ള. ഹസ്ബൻഡിന് എന്താ ജോലി? ഇന്റീരിയർ വർക്കറാണ്. ഇന്റീരിയർ വർക്കറാ. വീട്ടില് പിന്നെ ആരൊക്കെ ഉണ്ട് ഇപ്പൊ? ഇല്ല, ഞങ്ങള് മാത്രമേ ഉള്ളൂ. ഓക്കെ. പിന്നെ സ്വന്തം വീട്ടിലോ? അപ്പൊ സ്വന്തം വീട് എവിടെയാ? കൊപ്പം, പട്ടാമ്പി കൊപ്പം. പട്ടാമ്പി. ഓക്കെ. വീട്ടിലവിടെ അച്ഛനും അമ്മയൊക്കെ എല്ലാവരും ഇല്ലേ? അച്ഛനും അമ്മയും അനിയനും. അനിയനാണ്. അനിയൻ എന്ത് ചെയ്യുന്നു? അവപ്പോ ഗൾഫിലാണ്, ഇലക്ട്രീഷ്യൻ വർക്കാണ് അവിടെ. ഇലക്ട്രീഷ്യൻ വർക്കാണ്. ഓക്കെ. ഇനി ആരാ? അശ്വിനി. അപർണ തന്നെയാണ് പേര്? അപർണേ? അതെ. ചിലര് പിള്ളേർക്ക് മക്കളുടെ പേരൊക്കെ ആയിരിക്കും ചിലപ്പോ ഫോണിൽ ഇട്ടേക്കുന്നത്. അതുകൊണ്ട് അപർണ. ഓക്കെ. ഇനി ആരാ നെക്സ്റ്റ്? അശ്വിനി. ഓക്കെ. അശ്വിനിയുടെ വീട് എവിടെയാ? ആലപ്പുഴയിലാണ്. ഓക്കെ. ഇപ്പൊ എന്താ പഠിച്ചത്? ഞാൻ BSc റേഡിയോളജി. BSc റേഡിയോളജി. ഓക്കെ. അപ്പൊ നമുക്കൊരു ചാപ്റ്റർ ഉണ്ട് കേട്ടോ, റേഡിയോളജി. അപ്പൊ അത് അശ്വിനി അത് ഹെൽപ്പ് ചെയ്യും. ഒരു ചാപ്റ്റർ ആണ് റേഡിയോളജിയുടെ. ഡിപ്പാർട്ട്മെന്റ്സുകളില് ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട് റേഡിയോളജി. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി പിന്നെ വേറെ അപ്പൊ മാരീഡ് ആണോ അശ്വിനി? അല്ല. ഓക്കെ. അപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്? ബ്രദറോ സിസ്റ്ററോ? ചേച്ചിയുണ്ട്. ചേച്ചിയാണ്. ഓക്കെ. ചേച്ചി മാരീഡ് ആണോ? അല്ല. ചേച്ചി അപ്പൊ എന്താ ചെയ്യുന്നേ? സ്പീച്ച് തെറാപ്പിസ്റ്റ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ഗോപിക. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. എവിടെയാ ഗോപികയുടെ വീട്? തൃശ്ശൂരാണ്. അപ്പൊ നമ്മൾ നെയ്ബറിംഗ് ആണ്, അടുത്ത് തന്നെയാണ്. ഓക്കെ. പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് മാരീഡ് ആണ്, ഹസ്ബൻഡ് ഉണ്ട്, കുട്ടി, പിന്നെ അച്ഛനമ്മ. കണ്ടു, അതുകൊണ്ട് പിന്നെ ഞാൻ എടുത്ത് ചോദിക്കാട്ടെ. ഹസ്ബൻഡ് ഉണ്ട്, അച്ഛനമ്മ, കുട്ടി. ഒരാളുണ്ട്. അതെ, 1.5 വയസ്സായിട്ടുള്ളൂ. 1.5 വയസ്സായിട്ടുള്ളൂ. കുഞ്ഞു വാവയാ? വാവ എന്തെടുക്കണം? ഉറപ്പാണോ? അപ്പൊ ഉറങ്ങുക. അമ്മയുണ്ടോ വീട്ടിലപ്പോ കുഞ്ഞിന്റെ അടുത്ത്? ഉറങ്ങുക. ഉറങ്ങുവാണല്ലേ? ക്ലാസ്സിൽ ഇനിയിപ്പോ നമുക്ക്
2 മണിക്കൂർ ക്ലാസ്സിൽ ഇരിക്കണ്ടേ, അതെന്നെ ചോദിച്ചതാണ്. ഓക്കെ, അവയുടെ പേരെന്താ? 3:30 എണീക്കുള്ളൂ. അവയുടെ പേരെന്താ? ശ്രവ്യ. ശ്രവ്യ. അപ്പൊ ഈ ടൈമിൽ അപ്പൊ കിടന്നുറങ്ങിയാൽ മതി അല്ലേ? നമുക്ക് ക്ലാസ് ഇതന്നെ സ്ഥിരം ടൈം. ഇതാണല്ലേ? അപ്പൊ കുഴപ്പമില്ല. ഓക്കെ, നമ്മുടെ ക്ലാസ് ആ ടൈം ആയതുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ, ഇനി അടുത്ത ജിൻഷ. ജിൻഷ ആളില്ലേ ഇവിടെ? ഞാൻ ആദ്യം വിളിച്ചായിരുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ. എന്താ ചെയ്യുന്നത് ജിൻഷ? ഞാനൊരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നു, ലാബിൽ വർക്ക് ചെയ്യാണോ? ഓക്കെ ഓക്കെ. പിന്നെ മാരീഡ് ആണോ? മാരീഡ് ആണ്, ഒരു മോളുണ്ട്, അംഗനവാടി പോകുന്നു. അപ്പൊ എപ്പോഴാ നിങ്ങക്ക് ജോലിയുടെ ടൈം? എപ്പോഴാ? രണ്ട് ടൈമിലാണ്. നൈറ്റ് ഇല്ല. നൈറ്റ് ഇല്ല. രാവിലെ 7 തൊട്ട് 4 വരെ, പിന്നെ രാവിലെ 10 തൊട്ട് രാത്രി 7 വരെ. രാവിലെ 7 മണി തൊട്ട് വൈകിട്ട് 4 വരെ ഉണ്ട് ഒരു ടൈം. വൈകിട്ട്. അപ്പൊ ഇന്നിപ്പോ ക്ലാസ്സിന് അവിടെ നിന്നാണ് ഇരിക്കുന്നേ? അതെ അതെ. ഓക്കെ, അതാണ് ഞാൻ ചോദിച്ചത്. പിന്നെ എല്ലാ ടൈമിലും കേറാൻ പറ്റില്ല അങ്ങനെ. എന്നാലും മാക്സിമം നമുക്ക് പറ്റുന്ന ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാലോ. പിന്നെ റെക്കോർഡ് ആണെങ്കിലും നിങ്ങൾ ആ ഒരു റെഗുലർ ആയിട്ടേ, അതിൽ പിന്നെ ഒരുപാട് എന്നാണ് പറയുന്ന പെൻഡിങ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്സുകൾ പിന്നെ അങ്ങനെ കാണാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ഈ 2 മണിക്കൂർ ഇരുന്ന ക്ലാസ് ഡെയിലി അങ്ങ് പോകും. ഇനിയിപ്പോ ഒരു ദിവസം പെൻഡിങ് ആയി പിന്നെ 4 മണിക്കൂറത്തെ ക്ലാസ് കാണാൻ കിടക്കും. അപ്പൊ അങ്ങനെയാകുമ്പോ നിങ്ങൾക്ക് തന്നെ എക്സാം ഒക്കെ ആകുമ്പോഴത്തേക്കും പഠിക്കാൻ ബുദ്ധിമുട്ടാ. കാര്യം എക്സാമിന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എളുപ്പമാണ്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസേ ഉള്ളല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻസ് അവിടെ ഉണ്ടാവും. അപ്പൊ കറക്റ്റ് നമ്മൾ എന്തായാലും ഇത് പറയുമ്പോഴും എഴുതുമ്പോഴും ഒക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. പിന്നെ അന്നന്ന് എടുക്കുന്നത് തന്നെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ റീഡ് ചെയ്യുക നന്നായിട്ട്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഓപ്ഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് എളുപ്പമാണല്ലോ, ഓപ്ഷൻ ഒന്ന് നോക്കി കറക്റ്റ് ചെയ്താൽ മതി. അതുകൊണ്ട് എക്സാം അങ്ങനെ പേടിക്കൊന്നും വേണ്ട, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇത് നിഷ് ടീച്ചർ പറഞ്ഞായിരുന്നല്ലോ കയറിയപ്പോ മൊത്തം 4 മൊഡ്യൂളാണ് നിങ്ങൾക്കുള്ളത്. അത് ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂളും അത് കുഴപ്പമൊന്നുമില്ല, സിമ്പിൾ ആണ്. പല ഡിപ്പാർട്ട്മെന്റ്സ് കാര്യങ്ങളും അങ്ങനെ ഇതുമായിട്ട് ഈ ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നിൽക്കുന്ന കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സും അതിന്റെ കാര്യങ്ങളുമാണ് ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്. ഇനി തേർഡിലും ഫോർത്തിലും ആകുമ്പോ ചാപ്റ്റേഴ്സിന് നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് കുറവാണ് അവിടെ. അപ്പൊ കുറച്ച് കണ്ടന്റ് കൂടുതലാണ്, അതായത് കുറച്ചൊരു ഇലാബറേറ്റ് ആയിട്ടുള്ളതാണ്. ഒരു ഹോസ്പിറ്റലിൽ മാത്രം ഒതുക്കി നിൽക്കുന്നതല്ല, ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ തേർഡും ഫോർത്തിലും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ 4 മൊഡ്യൂളായിട്ടാണ് നമ്മൾ ഇവിടെ നിങ്ങളുടെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. അത് ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു എക്സാം ഉണ്ടാവും നിങ്ങൾക്ക്. ഓക്കെ, എന്നിട്ട് പിന്നെ തേർഡും ഫോർത്തും കഴിയുമ്പോൾ പിന്നെ ഫൈനല് ഒരു എക്സാം. എന്തായാലും നമ്മൾ സ്കൂളിൽ ഒന്നും പഠിച്ച അത്രയ്ക്കും ഒന്നുമില്ല. അത് നമ്മൾ ഇരുന്ന് കുത്തിപ്പിടിച്ച് തന്നെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് തന്നെ എഴുതണം അല്ലെ. എസ് എഴുതണം, ഒബ്ജക്റ്റീവ് എഴുതണം, ഷോർട്ട് ആൻസർ എഴുതണം. ഇതിപ്പോ അങ്ങനെ നിങ്ങൾക്ക് കാണാതെ പഠിക്കണ്ട. നിങ്ങൾക്ക് അപ്പോ എന്താ ഒബ്ജക്റ്റീവ് ആയതുകൊണ്ട് തന്നെ പഠിക്കാനും എളുപ്പമാണ്. അപ്പൊ റെഗുലർ ആയിട്ട് നിങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്ലാസ്സിൽ കയറുക, അറ്റൻഡ് ചെയ്യുക. ക്ലാസ് പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് പഠിപ്പിക്കുന്നതിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾ അത് റെസ്പോണ്ട് ചെയ്യുക. നിങ്ങൾ പറയുക, മിസ്സേ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആക്കി തരാൻ പറയുക. ക്ലിയർ ആയിട്ട് അടുത്ത ഇതിലേക്ക് പോയാൽ മതി. ഓക്കെ, നമുക്ക് സമയമുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോ എന്താ പറയാ, പിന്നെ വേറെ എന്താ, ഇപ്പൊ ചാപ്റ്റേഴ്സ് ഞാൻ അടുത്ത ക്ലാസ്സിൽ തരാം. നമുക്ക് വരുന്ന ചാപ്റ്റേഴ്സ് ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളില്. അപ്പൊ എനിക്ക് ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നേ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് ഇൻട്രൊഡക്ഷൻ തന്നെയാണ് ഇത് പറഞ്ഞേക്കുന്നത്. അപ്പൊ ജനറൽ ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് നിങ്ങൾക്ക് നിഷ് ടീച്ചർ തന്നിട്ടുണ്ടല്ലോ ഓൾറെഡി. നിങ്ങൾക്ക് എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ആ കോഴ്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ നിഷ് ടീച്ചർ ഓൾറെഡി ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ എന്താ പറയാ, നമുക്കെന്നാ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പറയുക. ക്ലിയർ അല്ലെങ്കിൽ ഒന്നുകൂടി ക്ലിയർ ആക്കുക. ഇപ്പൊ നമുക്ക് ഇത് ക്വാളിഫിക്കേഷൻ പറഞ്ഞെങ്കിൽ +2 മുതലാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എല്ലാവർക്കും പിന്നെ കുറച്ച് നാള് എന്താ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കും. അപ്പൊ അതുകൊണ്ടൊക്കെ ഞങ്ങൾ ആ ഒരു ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ക്ലാസ്സുകൾ പോകുന്നത്. ഇനിയിപ്പോ നമ്മൾ ആ ഒരു ക്ലാസ്സിലേക്ക് കയറി ആ ഒരു ക്ലാസ്സിന്റെ ഫ്ലോ വന്നല്ലോ.
ഇപ്പൊ ഹൗസ് വൈഫിനെയൊക്കെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് മാരീഡ് ഒക്കെ മാരേജ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കുമല്ലോ ഈ ഗ്യാപ്പ് ഉണ്ടാവും നമുക്ക്. അപ്പൊ ആദ്യം 1-2 ക്ലാസ്സിൽ ഒരു ചെറിയൊരു ഇതുപോലെ തോന്നാം, എങ്കിലും കുഴപ്പമില്ല. ക്ലാസ് വന്നതിന്റെ അനുസരിച്ച് നമുക്കത് ആ ഒരു ഗ്യാപ്പ് നികത്തി നല്ല രീതിയിൽ തന്നെ ക്ലാസ്സുകൾ ചെയ്യാം. അപ്പൊ ഓക്കെ. അപ്പൊ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്? എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയേക്കുന്ന കാര്യം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? ഒരു ഹോസ്പിറ്റല് ഒരു സക്സസ്ഫുൾ ആയിട്ട് അത് റൺ ചെയ്യണമെങ്കിൽ അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അതിന്റെ ഒരു നല്ലൊരു ബെറ്റർ ഗ്രോത്ത് അച്ചീവ് ചെയ്യുന്നതിനും പിന്നില് ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു അഡ്മിനിസ്ട്രേഷന്റെ ഒരു നല്ലൊരു പ്രവർത്തനം കൊണ്ടാണ് ആ ഒരു ഹോസ്പിറ്റൽ നല്ല രീതിയിൽ പോകുന്നത്, അല്ലെ? നമ്മളിപ്പോ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ ഡോക്ടറാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഓരോ ഫെസിലിറ്റീസ്, സ്റ്റാഫിനെ കൺട്രോൾ ചെയ്യുക, അങ്ങനെയുള്ള ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഒരു ഹോസ്പിറ്റൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകളാണ് അതിന് സഹായിക്കുന്നത്. അപ്പൊ അവര് ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ഹോസ്പിറ്റലിന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് സ്കിൽഡ് മെൻ ഓർ വിമൻ help to organize and to oversee the daily activities of a health care facility. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ഡെയിലി അവിടെ നടക്കുന്ന, ഇപ്പൊ ഹോസ്പിറ്റൽ ആവാം, മറ്റുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റി കൊടുക്കുന്ന കേന്ദ്രങ്ങളിലൊക്കെ ആണെങ്കിലും ഡെയിലി അവിടെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാനും, അതിനെ ഓർഗനൈസ് ചെയ്യുക എന്ന് വെച്ചാൽ അതിനെ മേൽനോട്ടം വഹിക്കാനും പിന്നെ അതുപോലെ തന്നെ അതിനെ സംഘടിപ്പിക്കാനും ഒക്കെ വൈവിധ്യമുള്ള ആ ഒരു വുമണിനെ, ഒരു സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെ ഒരു സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അവർക്കുടെ റോൾ എന്താണ് ശരിക്കും? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താ ചെയ്യുന്നത്? ഇൻക്ലൂഡ് മാനേജിങ് ദ സ്റ്റാഫ്. അവിടുത്തെ സ്റ്റാഫുകളെയൊക്കെ മാനേജ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവിടെ ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും, ഓവറോൾ ആക്ടിവിറ്റീസ് ഓഫ് എ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും മൊത്തത്തില് മേൽനോട്ടം വഹിക്കുന്നു, സ്റ്റാഫുകളെ നിയന്ത്രിക്കുന്നു. അങ്ങനെ ഹോസ്പിറ്റലുമായിട്ടുള്ള എല്ലാ ബന്ധപ്പെട്ട് വരുന്ന പ്രവർത്തനങ്ങളെയും എല്ലാ ആക്ടിവിറ്റീസിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതും നല്ല രീതിയിൽ ഒരു ഹോസ്പിറ്റല് നിലനിന്ന് പോകുന്നതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഇതുകൊണ്ടാണ്, ഒരു പ്രോസസ്സിലൂടെയാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിലൂടെയാണ് ഒരു ഹോസ്പിറ്റൽ നല്ല രീതിയിൽ റൺ ചെയ്തുകൊണ്ട് പോകുന്നത്. ഓക്കെ. അപ്പൊ അതിനകത്ത് നിങ്ങളിപ്പോ ചാപ്റ്ററിലേക്ക് വന്നില്ല, അതിന് മുന്നേ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് ഹെഡിങ് ഒന്ന് കൊടുത്തേ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഹെഡിങ് കൊടുത്താ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ADMINISTRATION, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. മാമിന്റെ പേരെന്താണ്? എന്തോ? മാമിന്റെ പേര്? എന്റെ പേര് രമ്യ. ഓക്കെ, ഹെഡിങ് കൊടുക്കാം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നമ്മൾ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങളോട് എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ചാൽ അതൊന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയണ്ടേ? എന്നിട്ട് അതേ കോഴ്സ് എന്താണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഡ്യൂട്ടി എന്താണ്, അങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള 1-2 പോയിന്റ്സ് നമുക്കൊന്ന് എഴുതാം. എന്നിട്ട് നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. അല്ലെങ്കിൽ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ക്ലിയർ ആയിട്ട് ഒരു ഡെഫിനിഷൻ പറയാൻ നമ്മൾ പഠിച്ചിരിക്കണ്ടേ? ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഈ ഡെഫിനിഷൻ ഇതുപോലെ നിങ്ങൾ കാണാതെ പഠിക്കണ്ട കേട്ടോ. ജസ്റ്റ് ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു ഡെഫിനിഷൻ തന്നുള്ളൂ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് എ പ്രോസസ് hospital administration is a process by which skilled men or women
WOMEN, skilled men or women, help, 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 organize, help, organize, and overseas, OVERSEE, oversee, മേൽനോട്ടം വഹിക്കുക, ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുക, അതുപോലെ മേൽനോട്ടം വഹിക്കുക. Oversee the daily activities, daily activities of a healthcare facility. Daily activities of a healthcare facility. A healthcare facility. Their next sentence ആണ് their, THEIR, their role, ROLE, includes, their role includes managing the staff, and managing the staff and overall activities, OVERALL, overall activities of a healthcare institution. Healthcare institution. ഓക്കെ, ഇപ്പൊ നോക്കിയേ ആ ഒരു ഡെഫിനിഷൻ നോക്കിയേ. എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്? എന്താ പറഞ്ഞേക്കുന്നേ? ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യാനും അതിനെ മേൽനോട്ടം വഹിക്കാനും വൈവിധ്യമുള്ള പുരുഷന്മാരെയും സ്ത്രീകളെയും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് എന്താ പറയുന്നത്, അവിടുത്തെ സ്റ്റാഫിനെ നിയന്ത്രിക്കുന്നതിനും ഒരു ഹെൽത്ത് കെയർ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള ഒരു ആക്ടിവിറ്റീസിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കീഴിലാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു നല്ലൊരു അഡ്മിനിസ്ട്രേഷൻ ഉള്ളത് കൊണ്ടാണ് ആ ഒരു ഹോസ്പിറ്റല് ബെറ്റർ ആയിട്ട്, അത് നല്ല സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയില്ല ഒരു കോർഡിനേഷൻ ഉണ്ടാവില്ല, നമ്മൾ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന്റെ കാര്യങ്ങളായിക്കോട്ടെ സ്റ്റാഫിന്റെ ആയിക്കോട്ടെ എന്താണെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യാനും അതിനെ മേൽനോട്ടം വഹിക്കാനും വൈവിധ്യമുള്ള പുരുഷന്മാരെയും സ്ത്രീകളെയും സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ അതിനകത്ത് വരുന്നത് ഏതൊക്കെയാണ്? റോൾ, ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റോളിൽ വരുന്ന ഏതൊക്കെയാണ്? മാനേജിങ് ദ സ്റ്റാഫ്, അവിടുത്തെ സ്റ്റാഫിനെ മാനേജ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഓവറോൾ ആക്ടിവിറ്റീസ് ഓഫ് എ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ആ ഒരു സ്ഥാപനത്തിലെ ആ ഒരു ഹോസ്പിറ്റലിലെ ഒരു എല്ലാ ആക്ടിവിറ്റീസിനെയും എന്ത് ചെയ്യുന്നു? മാനേജ് ചെയ്യുന്നു. മനസ്സിലായോ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത്? മനസ്സിലായോ? അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും മാനേജ് ചെയ്യുന്നു, അവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. മാനേജ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു, ഒരു ഹോസ്പിറ്റല് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നതിനും അതിന്റെ ഒരു നല്ലൊരു ഗ്രോത്ത് അച്ചീവ് ചെയ്യുന്നതിന് പിന്നെ ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകളുണ്ട്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകളുണ്ട്. അപ്പൊ അവർക്കുടെ ഒരു പ്രവർത്തന ഫലമായിട്ടാണ് ഹോസ്പിറ്റല് നല്ല രീതിയിൽ നിലനിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ബേസിക്കലി അപ്പൊ നമുക്ക് പറയാം, ഒരു ഹോസ്പിറ്റലിന്റെ ബെറ്റർ ഗ്രോത്തിന് വേണ്ടി ഏറ്റവും ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ഒരു ഹോസ്പിറ്റലിന്റെ ബെറ്റർ ഗ്രോത്തിന് വേണ്ടി, നല്ലൊരു വളർച്ചയ്ക്ക്, അതായത് ഡോക്ടർ മാത്രം നന്നായ പോരാ അല്ലെ, അവിടെ കൊടുക്കുന്ന ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം അതിന്റെ കോർഡിനേഷനും എല്ലാനും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താ പറയാ, അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഒരു ഹോസ്പിറ്റലിന്റെ ബെറ്റർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അപ്പൊ അങ്ങനെ ബിക്കോസ് എന്തുകൊണ്ടാ, അവരാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത്.
അല്ലെ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് അവിടുത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പൊ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? കിട്ടിയോ? എന്താണ് ആരും റെസ്പോണ്ട് ചെയ്യാത്തെ? മനസ്സിലായോ? മനസ്സിലായി മാം. ഇനി ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ ആരാ? അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്ന ആളല്ലേ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആരാണ്, അവർക്കുടെ റോൾ എന്താണ് എന്നുള്ളതും കൂടി നമുക്കൊന്ന് നോക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, അതും കൂടി ഒന്ന് എഴുതിക്കോ, ജസ്റ്റ് ഒരു ചെറിയൊരു ഡെഫിനിഷൻ എഴുതിക്കോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ is a professional, professional. Hospital administrator is a professional who oversees the daily operations of a hospital. Daily operations of a hospital by planning, by planning, directing, എല്ലാത്തിനെയും ഡയറക്റ്റ് ചെയ്യുന്നു, directing and coordinating, planning, directing, coordinating, coordinating, coordinating health services. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഈസ് എ പ്രൊഫഷണൽ who oversees the daily operation of the hospital by planning, directing and coordinating health സർവീസസ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ ഒരു പ്രൊഫഷണൽ ആണ്. എന്നാണ് ആ ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ ഒരു ഓപ്പറേഷൻസ്, എല്ലാ പ്രവർത്തനങ്ങളെയും മേൽനോട്ടം വഹിക്കാൻ കഴിയുന്ന ഒരു പ്രൊഫഷണൽ ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. അതിനകത്ത് ഏതൊക്കെയാണ് ഡെയിലി ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്? ഏതൊക്കെയാ? പ്ലാനിങ്, എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്യുന്നു, അതിനെ ഡയറക്റ്റ് ചെയ്യുന്നു, ഓരോരുത്തർക്കും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഡയറക്ഷൻസ് കൊടുക്കുന്നു, അതുപോലെ എല്ലാ ഹെൽത്ത് സർവീസസിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഈ ആക്ടിവിറ്റീസിനെ, ഇങ്ങനെയുള്ള ഓപ്പറേഷൻസിനെയൊക്കെ മേൽനോട്ടം വഹിക്കാൻ കഴിയുന്ന ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. കിട്ടിയോ? ആരാണ് അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ? എന്താണ് ഡെഫിനിഷൻ നിങ്ങൾ എഴുതിയേക്കുന്നത്? ഒന്ന് റീഡ് ചെയ്തേ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ is a professional who oversees the daily operations of a hospital by planning, directing and coordinating സർവീസസ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആക്ടിവിറ്റീസിനെയൊക്കെ ഓവർസീസ് മേൽനോട്ടം വഹിക്കാൻ കഴിയുന്ന ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഇനി ഇവർക്കുടെ റോൾ എന്താ? ഇത് തന്നെ പറയുന്നത് ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആർ റെസ്പോൺസിബിൾ ഫോർ ഓർഗനൈസിംഗ് ആൻഡ് ഓവർസീസ് ദ ഹെൽത്ത് സർവീസസ് ആൻഡ് ഡെയിലി ആക്ടിവിറ്റീസ് ഓഫ് എ ഹോസ്പിറ്റൽ ഓർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഈ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും ഓർഗനൈസ് ചെയ്യുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു റെസ്പോൺസിബിലിറ്റി വരുന്നത്. അപ്പൊ താഴെ എഴുതിക്കോട്ടോ. നെക്സ്റ്റ് ഹെഡിങ് ആയിട്ട് കൊടുത്തോ, റോൾ ഓഫ് ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. റോൾ, ROLE, റോൾ ഓഫ് ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ എന്താണ്? ഫസ്റ്റ് പോയിന്റ് എഴുതാം. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആരാന്ന് പറഞ്ഞു? ഹെൽത്ത് പ്രൊഫഷണൽ ആണല്ലേ. അഡ്മിനിസ്ട്രേറ്റർ ഈസ് എ പ്രൊഫഷണൽ. ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസ്, പ്ലാനിങ്, ഡയറക്റ്റിങ്, കോർഡിനേറ്റിംഗ്, അങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയൊക്കെ മേൽനോട്ടം വഹിക്കാൻ കഴിയുന്ന ഒരു പ്രൊഫഷണൽ ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഇനി അടുത്തത് റോൾ ഓഫ് ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. പറഞ്ഞോട്ടെ. ഫസ്റ്റ് പോയിന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്
are responsible for organizing, organizing, organizing and overseeing, overseeing the health services and daily activities, health services and daily activities of a hospital or health care facility. ഒന്നാമത്തെ റോൾ എന്താ? അവർക്കുടെ എന്താണ് റെസ്പോൺസിബിലിറ്റി പറയുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്താ? എന്താണ് ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി പറയുന്നത്? ഓർഗനൈസിംഗ് ആൻഡ് ഓവർസീയിങ് ദ ഹെൽത്ത് സർവീസസ് ആൻഡ് ഡെയിലി ആക്ടിവിറ്റീസ് ഓഫ് എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ നടക്കുന്ന ഡെയിലി ആക്ടിവിറ്റീസിനെ ഓർഗനൈസ് ചെയ്യുകയും അതുപോലെ ഓവർസീസ് ചെയ്യുകയും മേൽനോട്ടം വഹിക്കുകയും സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യുക. അതൊരു റെസ്പോൺസിബിലിറ്റി ആണ്. ഫസ്റ്റ് പോയിന്റ് കിട്ടിയ എന്താണ് പറഞ്ഞേ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം അല്ലെങ്കിൽ അവരുടെ റോൾ എന്താണ്? ഓർഗനൈസിംഗ് ആൻഡ് ഓവർസീയിങ് ദ health services and daily activities in hospital or health care facility. ഇനി രണ്ടാമത്തെയാണ് സെക്കൻഡ് ഒരു റെസ്പോൺസിബിലിറ്റി ആണ് മാനേജ് ദ സ്റ്റാഫ്. അവിടുത്തെ സ്റ്റാഫുകളെയൊക്കെ മാനേജ് ചെയ്യുക അല്ലെ? ഒരു ഹോസ്പിറ്റൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ട് അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റാഫുകളുടെയൊക്കെ മാനേജ് ചെയ്യുക. അതുപോലെ അവിടുത്തെ ബഡ്ജറ്റിങ്, വരവ് ചെലവ് കണക്കുകൾ, ഹോസ്പിറ്റലിൽ വരുന്ന വരുന്ന കണക്കുകള്, പിന്നെ അതുപോലെ തന്നെ ചെലവ്, ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്ന വരവ് ചെലവ് കണക്കുകൾ, ബഡ്ജറ്റുകള്, അതിനെ മാനേജ് ചെയ്യുക. പിന്നെ കമ്മ്യൂണിക്കേറ്റ് ബിറ്റ്വീൻ ദ ഡിപ്പാർട്ട്മെന്റ്സ്, പല ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആൻഡ് പിന്നെ അതുപോലെ തന്നെ അഡ്വക്കേറ്റ് എൻഷ്യൂർ പേഷ്യന്റ് കെയർ എമംഗസ്റ്റ് അതർ ഡ്യൂട്ടീസ്. മറ്റുള്ള ഈ ഡ്യൂട്ടീസിന്റെ ഇടയിലും പേഷ്യൻസുമായിട്ട് ഒരു അവർക്ക് പേഷ്യൻസുകളുടെ ഒരു ചുമതല, അവരുടെ കൂടെ ഒരു പരിചരണം ഉറപ്പാക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നുള്ളൂ കേട്ടോ, ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റും കൂടി എഴുതി വെച്ചോട്ടോ. മാനേജ് സ്റ്റാഫ്, സ്റ്റാഫുകളെ മാനേജ് ചെയ്യുക. മാനേജ് സ്റ്റാഫ് ആൻഡ് ബഡ്ജറ്റ്, മാനേജ് സ്റ്റാഫ് ആൻഡ് ബഡ്ജറ്റ്. ആ സ്റ്റാഫിനെയും അതുപോലെ അവിടുത്തെ ബഡ്ജറ്റുകളും മാനേജ് ചെയ്യുക. കമ്മ്യൂണിക്കേറ്റ് ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെന്റ്സ്, കമ്മ്യൂണിക്കേറ്റ് COMMUNICATE, കമ്മ്യൂണിക്കേറ്റ് ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെന്റ്സ്. ഈ ഡിപ്പാർട്ട്മെന്റുകൾക്കിടയില് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഡിപ്പാർട്ട്മെന്റുകളുടെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക. കമ്മ്യൂണിക്കേറ്റ് ബിറ്റ്വീൻ ദി ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് എൻഷ്യൂർ ENSURE adequate 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 patient care amongst 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 other duties. ഇങ്ങനെയുള്ള സ്റ്റാഫിനെ മാനേജ് ചെയ്യുക, ബഡ്ജറ്റ് മാനേജ് ചെയ്യുക, ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിൽ ഉള്ളൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരുമായിട്ട് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സും ഒക്കെ ആയിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നെ ഇങ്ങനെയുള്ള ചുമതലകൾക്കിടയിലും എന്ത് കൂടി ചെയ്യണം അവര്? adequate patient care amongst other duties. മറ്റ് ചുമതലകൾക്കിടയിലും മതിയായ രോഗി പരിചരണം, പേഷ്യന്റ് കെയറും കൂടി അവര് നോക്കണം, ഉറപ്പിക്കുക. അതുകൂടി ശ്രദ്ധിക്കണം. അവർക്ക് പേഷ്യൻസിന് നന്നായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടോ, അവർ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. ഓക്കെ, 2 പോയിന്റ് ക്ലിയർ ആയോ? 2 പോയിന്റ് ക്ലിയർ ആയോ? മാനേജ് സ്റ്റാഫ് ആൻഡ് ബഡ്ജറ്റ്, communicate between the departments and ensure adequate patient care amongst other duties. മറ്റുള്ള ഈ ഡ്യൂട്ടി ചുമതലകൾക്കിടയിലും ആ രോഗി പരിചരണം, ആ പേഷ്യന്റ് കെയറും കൂടി ഉറപ്പാക്കണം. എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഉറപ്പാക്കുക. ഓക്കെ, ഇനി
ഇനിയിപ്പോ നേരത്തെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നേരത്തെ ഇങ്ങനെ ഒരു കോഴ്സിനെ കുറിച്ച്? നേരത്തെ നിങ്ങൾ ചെറുതൊക്കെ ആയിരുന്നപ്പോൾ ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കോഴ്സിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ? നേരത്തെ ഈ കുറെ ഇപ്പൊ ഈ റീസെന്റ് ആയിട്ടാണ് ഈ കോഴ്സിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുത്തേക്കണേ. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. പക്ഷെ നേരത്തെ ഈ ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഒരു കോഴ്സ് നേരത്തെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എല്ലാവരും ഹോസ്പിറ്റൽസിലും തന്നെ ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരു ഫീൽഡ് തന്നെയുണ്ട്. ആ ഫീൽഡിലേക്ക് ഇപ്പൊ ആ ഒരു ജോലിയിലേക്ക് വളരെ വളരെ തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇപ്പോൾ ഉള്ളത്. ഒരുപാട് ഈ ഒരു കോഴ്സ് നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഹോസ്പിറ്റലിലേക്ക് നമുക്ക് ഒരു ജോലിക്ക് കയറാം. അതാണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇപ്പോ ഈ എല്ലാ ഹോസ്പിറ്റൽസിലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ ഒരു ജോബ് ഒരു ഫീൽഡ് തന്നെയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഫീൽഡിലേക്ക് വളരെ തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, ധാരാളം ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. അപ്പൊ ഈ ഒരു കോഴ്സിലൂടെയാണ് നമ്മൾ ആ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെടേണ്ടത്. നേരത്തെ ഇങ്ങനെ ഒരു ഫീൽഡ് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്താ ചെയ്യണേ ഹോസ്പിറ്റലുകാര്? അപ്പോ ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞവരെ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞു, പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ 10th കഴിഞ്ഞവരൊക്കെ ആണെങ്കിലും ഹോസ്പിറ്റലിൽ ജോലിക്ക് അവിടെ ഹോസ്പിറ്റലിൽ അവർ ജോലിക്ക് എടുത്തിട്ട് അവിടെ 3-4 മാസം ഒക്കെ ട്രെയിനിങ് കൊടുത്തതിന് ശേഷമാണ് അവരെ ആ ഒരു ജോബിലേക്ക് അവിടെ തന്നെ അവര് ട്രെയിനിങ് കൊടുത്താണ് ആ ഒരു ഫീൽഡിലേക്ക് അവരെ എത്തിക്കുന്നത്. ഇപ്പൊ ലാബിലായിക്കോട്ടെ, അല്ലെങ്കിൽ ലാബ് ഇത് പഠിക്കണം. അല്ലാതെ ഇപ്പൊ നമ്മള് ഈ കുറെ മറ്റുള്ള ജോബ് ഫ്രണ്ട് ഓഫീസ് അങ്ങനെയുള്ള പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, HR ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയുള്ള ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ ആണെങ്കിലും നമ്മൾ സാധാരണ ഇപ്പൊ പ്ലസ് ടു 10th ഒക്കെ കഴിഞ്ഞവരെ കയറ്റി ജോലിക്ക് അവിടെ ഹോസ്പിറ്റലിൽ നിർത്തിയിട്ട് 3-4 മാസം ഒക്കെ ട്രെയിനിങ് കൊടുത്തതിന് ശേഷമാണ് അവർ ആ ഒരു ജോലിക്ക് സ്യൂട്ടബിൾ ആക്കാറുള്ളത്. പക്ഷെ ഇപ്പൊ അതിനുള്ള സമയമില്ല. ഒരു 3-4 മാസം ഒരാളെ പഠിപ്പിച്ചെടുക്കാനുള്ള സമയമുണ്ടോ? പിന്നെ അവർക്ക് നഷ്ടമല്ലേ? ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നഷ്ടമല്ലേ? നമ്മളൊന്നും അറിയില്ലാത്ത ഒരാളെ കൊണ്ടുവന്നിട്ട് 3-4 മാസം ട്രെയിനിങ് കൊടുത്ത് പിന്നെ ജോലിക്ക് നിർത്തുക എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നഷ്ടമുള്ള ഒരു കാര്യല്ലേ? ആണോ? നഷ്ടമാണോ? അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? അപ്പൊ നേരത്തെ അങ്ങനെയായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. സാധാരണ ക്വാളിഫിക്കേഷനുള്ള ഇപ്പൊ 10th കഴിഞ്ഞവരെ പ്ലസ് ടു കഴിഞ്ഞവരെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ട് എന്താ ചെയ്യുന്നത്? അവര് അവിടെ 3-4 മാസം ട്രെയിനിങ് കൊടുത്തിട്ട് ആ ജോലിയിലേക്ക് അവരെ സ്യൂട്ടബിൾ ആക്കുകയാണ് ചെയ്യാറ് നേരത്തെ. പക്ഷെ ഇപ്പോ അതിന് പകരം നമുക്ക് ഇങ്ങനെ ഒരു ഫീൽഡ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ ജോലിക്ക് നേരെ കയറാം, നേരെ പ്രവേശിക്കാൻ പറ്റും. ഇവിടെ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ജോബിലേക്ക് 2023 ഹെൽത്ത് സ്കീം അനുസരിച്ചിട്ട് ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് ഇപ്പൊ ഒരു 6 മാസത്തെ കോഴ്സാണ്. ഈ സർട്ടിഫിക്കറ്റ് കൂടി നമുക്ക് ആ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്. 2023 ഒരു സ്കീം അനുസരിച്ച് ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ ഒരു കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കൊണ്ട് ഡയറക്റ്റ് കയറാം. നമുക്കായിരിക്കും അവിടെ പ്രിഫറൻസ് കൊടുക്കുന്നത്. നമ്മളിതിപ്പോ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാലോ. 6 മാസത്തെ ഒരു കോഴ്സ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഇനി കുട്ടികൾക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് അവർക്ക് ഈ സഫിഷ്യന്റ് നോളജ് ഈ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള പൊതുവായിട്ട് വരുന്ന ഇപ്പൊ 10th കഴിഞ്ഞു അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റും അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെയുള്ളതൊക്കെ അറിയാൻ പറ്റുമോ? അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അത്ര അറിയാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എന്താ ചെയ്യുന്നത്? കോഴ്സ് പ്രൊവൈഡ് സ്റ്റുഡൻസ് വിത്ത് സഫിഷ്യന്റ് നോളജ് ആൻഡ് സ്കിൽ ടു ക്യാരി ഔട്ട് ദ അഡ്മിനിസ്ട്രേറ്റീവ് ഓപ്പറേഷൻ ഓഫ് ദ ക്ലിനിക്കൽ ആൻഡ് സപ്പോർട്ടീവ് സർവീസസ് ഡിപ്പാർട്ട്മെന്റ്സ്. അത് ചികിത്സാ സംബന്ധമായിട്ടുള്ളതും അതിന് സപ്പോർട്ടീവ് സർവീസ്. ഇപ്പൊ റേഡിയോളജി ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് സർവീസ് അല്ല റേഡിയോളജി. എക്സ്റേ എടുക്കാനായിട്ട് സ്കാൻ ചെയ്യാനൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലെ സപ്പോർട്ടീവ് സർവീസ് ആണ് റേഡിയോളജി എന്ന് പറയുന്നത്. ഇപ്പൊ ബ്ലഡ് ബാങ്ക് ഇതൊക്കെ CSSD സെൻട്രലൈസ്ഡ് മെഡിക്കൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് CSSD ഇതൊക്കെ സപ്പോർട്ടീവ് സർവീസസ് ആണ്. ഒരു ഹോസ്പിറ്റൽ നല്ല രീതിയിൽ നിൽക്കണമെങ്കിൽ അവിടെ റേഡിയോളജി ഒക്കെ വേണ്ടേ?
ഒരു സ്കാനിങ്ങും ഇതൊക്കെ വേണ്ടേ ഒരു ഹോസ്പിറ്റലിന്റെ. അപ്പൊ അത് ഇപ്പൊ ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ ഇങ്ങനെയുള്ള സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ച്, ക്ലിനിക്കൽ ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു നോളജ് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ അവിടെ നടക്കുന്ന എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ്, പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഈ ഒരു കോഴ്സിലൂടെ തന്നെ കുട്ടികൾക്ക് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനും അവർക്കത് പഠിക്കാനും കഴിയുന്നു. അപ്പൊ അതാണ് that involve the overall coordination of the activities of the hospital. ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസും എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കി തരുന്നു. അത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതണോ ഈ കോഴ്സിനെ കുറിച്ച്? ഇതിപ്പോ ഇതിനകത്ത് ചാപ്റ്ററിലേക്ക് വന്നിട്ടില്ല കേട്ടോ. എഴുതണോ നിങ്ങൾക്കത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ജസ്റ്റ് ഒരു സെന്റൻസ് ഒന്ന് എഴുതി വെച്ചോ. നമ്മൾ ഈ ഒരു കോഴ്സ് പഠിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഒരു കോഴ്സിനെ കുറിച്ച് നമുക്കൊരു കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ. എന്നിട്ട് വേണം നമ്മൾ ആ ഒരു ചാപ്റ്ററിലേക്ക് വരാൻ. അതുകൊണ്ട് ഞാൻ ഇതിനകത്തൊന്നും ഇല്ല, ഇതിപ്പോ ഈ പ്രിന്റഡ് നോട്ടിലാണെങ്കിലും ഇതൊന്നും ഇല്ല കേട്ടോ. ഞാൻ എക്സ്ട്രാ പറയുന്ന കാര്യങ്ങളാണിത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പ്രൊവൈഡ്സ് students with sufficient knowledge and skill to carry out the administrative operations of clinical 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 and support services. ക്ലിനിക്കൽ ചികിത്സാ സംബന്ധമായിട്ടുള്ളതും അത് മറ്റുള്ള സപ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ്സ് അത് ആൻഡ് സപ്പോർട്ട് സർവീസ് ഡിപ്പാർട്ട്മെന്റ്സ്. ഇപ്പൊ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണ് കുട്ടികൾക്ക് നൽകുന്നത്? പ്രൊവൈഡ് ദ സഫിഷ്യന്റ് നോളജ് ആൻഡ് സ്കിൽ ടു ക്യാരി ഔട്ട് ദ അഡ്മിനിസ്ട്രേറ്റീവ് ഓപ്പറേഷൻ ഓഫ് ക്ലിനിക്കൽ ആൻഡ് സപ്പോർട്ട് സർവീസ് ഡിപ്പാർട്ട്മെന്റ്. ചികിത്സാ സംബന്ധമായിട്ടുള്ള ഹോസ്പിറ്റലിലെ സപ്പോർട്ട് സർവീസ് ഡിപ്പാർട്ട്മെന്റ്സ് അതിനെ കുറിച്ചുള്ള ഒരു നോളജും അവിടുത്തെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാനായിട്ട് കുട്ടികൾക്ക് കഴിയുന്നു. ഈ കോഴ്സിലൂടെ സാധിക്കുന്നു. നെക്സ്റ്റ് സെന്റൻസ് candidates candidates involved in the overall overall coordination of activities of the hospital. Overall coordination of activities of the hospital. അപ്പൊ കുട്ടികൾക്ക് എന്താണ് മൊത്തത്തിലുള്ള ആ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്, അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും ഒക്കെ അതേക്കുറിച്ച് അറിയാനും അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ അറിയാനും ഒക്കെ ഈ കോഴ്സിലൂടെ സാധിക്കുന്നു. അപ്പൊ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷൻസ് പൂർണ്ണമാകുള്ളൂ. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരു എക്സ്റേ എടുക്കണം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഇല്ലെങ്കിൽ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകേണ്ട വരും അല്ലെ. ബ്ലഡ് വേണമെങ്കിൽ നമ്മൾ ബ്ലഡ് ബാങ്ക് ഇതൊക്കെ വലിയ വലിയ ഹോസ്പിറ്റലിലാണോ ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ബ്ലഡ് ബാങ്ക് സർവീസ്, പിന്നെ CSST വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻഫെക്ഷൻസ് ഒക്കെ ഇല്ലാതെ മെറ്റീരിയൽസ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന CSST ഡിപ്പാർട്ട്മെന്റ്. ഇതൊക്കെ ഹോസ്പിറ്റലിനെ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റേഴ്സിൽ ഇതെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ പഠിക്കാനുണ്ട് കേട്ടോ. ബ്ലഡ് ബാങ്ക് പഠിക്കാനുണ്ട്, റേഡിയോളജി പഠിക്കാനുണ്ട്, CSST പഠിക്കാനുണ്ട്, ഹൗസ് കീപ്പിംഗ് സർവീസുകൾ, അങ്ങനെയുള്ള കുറെ ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഫസ്റ്റ് ഇതിനകത്ത് വരുന്ന. ഓരോ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ ചാപ്റ്ററിലും നമുക്ക് പഠിക്കാനുണ്ട്. ഇങ്ങനെയുള്ളതിനെ കുറിച്ച് ഒരു വളരെ ഗാഢമായിട്ടുള്ള ഒരു നോളജ് തന്നെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇനി ഇത് നമ്മളിപ്പോ ഒരു കോഴ്സ് എന്താണെന്ന് മനസ്സിലായി നമുക്ക്. ഇനി ഒരു കോഴ്സ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു ഈ ഒരു കോഴ്സ് കഴിയുമ്പോൾ. ഇനി ഹോസ്പിറ്റലിൽ എവിടെയൊക്കെയാണ് ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്?
അത് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് സ്മൂത്ത് ആക്കുന്ന ഒരു ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ്സിലാകാം, റവന്യൂ സൈക്കിൾ മാനേജ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിലാകാം, അല്ലെങ്കിൽ ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റില്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റില്, HR ഡിപ്പാർട്ട്മെന്റില്, അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസില്, പബ്ലിക് റിലേഷൻ, മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെ ഒരുപാട് മേഖലയിൽ ഹോസ്പിറ്റൽസ് നടക്കുന്ന ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് എന്താണ് എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആരാന്ന് പറഞ്ഞു, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ എന്താണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഈ ഒരു കോഴ്സിനെ കുറിച്ചാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്നും അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലായി. ഇനി ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ ആണ്. ഈ ഹോസ്പിറ്റൽ എന്ന വേർഡ് എങ്ങനെയാണ് ഉണ്ടായത്, ഏതിൽ നിന്നാണ് ഡിറൈവ് ചെയ്തേക്കുന്നത്, എന്താണ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ മീനിങ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചാപ്റ്റർ 1 വരുന്നത്. ചാപ്റ്റർ 2 ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ ആണ്. ഹോസ്പിറ്റൽ ഇന്നത്തെ ഒരു നിലയിലേക്ക് പഴയ ഒരു രീതിയിൽ നിന്നും ഇന്നത്തെ ഒരു ഹോസ്പിറ്റലിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്, അങ്ങനെ ഫസ്റ്റും സെക്കൻഡും ചാപ്റ്റർ അതിന്റെ ബേസിക് ആയിട്ട് വരുന്ന ചാപ്റ്റർ ആണ്. അതിനുശേഷമാണ് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും കടക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ ഞാൻ എന്താ പറയാ നമ്മുടെ ചാപ്റ്റർ പറയാട്ടോ. ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ, പിന്നെ നെക്സ്റ്റ് ഹിസ്റ്ററി, പിന്നെ ബ്ലഡ് ബാങ്ക്, പിന്നെ CSST, റേഡിയോളജി, അങ്ങനെ ഞാൻ അതൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. പറഞ്ഞു തരാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് എഴുതാം. അപ്പൊ ജസ്റ്റ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് തുടങ്ങി വെക്കാം. ഓക്കെ, ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ ഈ ഒരു കോഴ്സിനെ കുറിച്ചും, എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതിനെ കുറിച്ചൊക്കെ, അഡ്മിനിസ്ട്രേറ്റർ ആരാണ് എന്നുള്ളതൊക്കെ കിട്ടിയോ? ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്റർ 1 നോക്കാം. ഞാൻ ഇവിടെ നോട്ട് ഡിറ്റക്ട് ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് ഇത് നോക്കാം കേട്ടോ. ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ തന്നെയാ പറഞ്ഞേക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ആണ്. ഓക്കെ, ദ ഇംഗ്ലീഷ് വേർഡ് ഹോസ്പിറ്റൽസ്, അത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള വേർഡാണ് ഹോസ്പിറ്റൽ. എന്തായാലും മനുഷ്യരുള്ളോടത്തോളം കാലം നമ്മള് ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ, അല്ലേ? നമുക്ക് രോഗങ്ങൾ ഉണ്ടാവില്ലേ? രോഗങ്ങൾ ഉണ്ടാവും, ഹോസ്പിറ്റലിലും പോണം. പിന്നെ ഹോസ്റ്റൽ എന്താന്ന് അറിയാലോ? ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിട്ടുണ്ടോ? ഹോസ്റ്റൽ കേട്ടിട്ടില്ലേ? ഹോസ്റ്റൽ എന്നുള്ള വേർഡ് ഹോസ്പിറ്റൽ, ഹോസ്റ്റൽ, ഹോട്ടൽ കേട്ടിട്ടില്ലേ വേർഡ്? ഹോട്ടലിൽ പോയിട്ടില്ലേ? പോയിട്ടുണ്ടോ? ഈ വേർഡുകളൊക്കെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് ആണ്. ദ ഇംഗ്ലീഷ് വേർഡ് ഹോസ്പിറ്റൽ, ഹോസ്റ്റൽ, ഹോട്ടൽ ആൻഡ് ഹോസ്പൈസ്, ഈ വേർഡ് കേട്ടിട്ടുണ്ടോ? ഹോസ്പിസ് എന്ന് പറഞ്ഞ HOSPICE, ഹോസ്പിസ് കേട്ടിട്ടുണ്ടോ? ഹോസ്പിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റും അതിന്റെ ഒപ്പം തന്നെ എന്റർടൈൻമെന്റും നടത്തുന്ന കേന്ദ്രങ്ങളാണ് ഹോസ്പിസ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. ട്രീറ്റ്മെന്റും എന്റർടൈൻമെന്റും, അതായത് ഹോസ്പിസ് സെന്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വലിയ ഒരു അസുഖമൊക്കെ വന്ന് നമുക്കറിയാം എന്തായാലും ആ ഒരു പേഷ്യന്റ് മരിക്കും എന്നുള്ളത് ഉറപ്പാവുന്ന സാഹചര്യത്തില് നമുക്ക് അവർക്കിടെ ആ ലാസ്റ്റ് സ്റ്റേജിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ എന്തായാലും മരിക്കുന്ന ഉറപ്പുണ്ട്. അപ്പോ എന്താ പറയാ, അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു ലാസ്റ്റ് സ്റ്റേജില് അവർക്ക് അവിടെ മെഡിസിൻ അല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അവിടെ അവരെ ട്രീറ്റ് ചെയ്യുന്നതിലാണ്, അവർക്ക് എന്റർടൈൻമെന്റ് കൊടുക്കുന്നതിലാണ്. അവർക്ക് അപ്പം ഇനിയുള്ള കാലം അവർക്ക് നല്ല സന്തോഷം, മരുന്നിനേക്കായും മുഖ്യമായിട്ട് അവിടെ എന്റർടൈൻമെന്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് ബാക്കിയുള്ള നാളുകളിൽ അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ അവസാന നാളുകളിൽ നല്ല സന്തോഷമൊക്കെ കൊടുത്ത് അവരെ നോക്കുന്ന ഒരു സെന്റേഴ്സ് ആണ് ഹോസ്പിസ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. Hospice centers focus on care, comfort and the quality of the life of a person with a serious illness
who is approaching to the end of the life. അപ്പൊ നമ്മള് രോഗം വന്ന് ലാസ്റ്റ് സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും അവര് എന്തായാലും മരിക്കുന്ന ഉറപ്പുണ്ടാവും. പിന്നെ അവർക്ക് മെഡിസിൻ അല്ല അവർക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്, എന്റർടൈൻമെന്റിനാണ്. അപ്പൊ ബാക്കിയുള്ള നാളുകൾ അവർ നല്ല സന്തോഷപ്രദമായ രീതിയിൽ നല്ല സന്തോഷിപ്പിച്ചൊക്കെ നോക്കുന്ന ഒരു സെന്റേഴ്സ് ആണ് ഹോസ്പിസ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഹോസ്പിസ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താണ്? ട്രീറ്റ്മെന്റ് പ്ലസ് എന്റർടൈൻമെന്റ്. ട്രീറ്റ്മെന്റും ഉണ്ട്, എന്റർടൈൻമെന്റും ഉണ്ട്. ഇതാണ് ഹോസ്പിസ് എന്ന് പറയുന്നത്. all according to the etymology ഭാഷാശാസ്ത്രപരമായിട്ട് സ്റ്റഡി ഓഫ് ദ ഒറിജിൻ ഓഫ് വേർഡ്സ്, അതാണ് എത്തിമോളജി എന്ന് പറയുന്നത്. റിലേറ്റഡ് ടു ദ ലാറ്റിൻ നോൺ ഹോസ്പസ്. അപ്പൊ ഈ വേർഡുകളൊക്കെ ഡിറൈവ് ചെയ്തേക്കുന്നത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ഹോസ്പസ് എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ്. അപ്പൊ ഈ ഹോസ്പിറ്റല്, ഹോസ്റ്റല്, ഹോട്ടല്, ഹോസ്പിസ് ഈ 4 വേർഡ്സും അക്കോർഡിംഗ് ടു എത്തിമോളജി അനുസരിച്ച് ഭാഷാശാസ്ത്രപരമായി ഇത് റിലേറ്റഡ് ടു ദ ലാറ്റിൻ നൗൺ ഹോസ്പസ് എന്ന ലാറ്റിൻ നൗണിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. എന്താണ് മീനിങ്? ഹോസ്പസ് എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താണ്? വേർഡ് ഹാവിംഗ് ദ ഓപ്പോസിറ്റ് മീനിങ് എ ഗസ്റ്റ് ഓർ വിസിറ്റർ. ഒരു ഗസ്റ്റ് അല്ലെങ്കിൽ വിസിറ്റർ എന്നുള്ള മീനിങ് ഉള്ള ഹോസ്പസ് എന്ന വേർഡിൽ നിന്നാണ് ഹോസ്പിറ്റല്, ഹോസ്റ്റല്, ഹോട്ടല്, ഹോസ്പിസ് എന്ന് പറഞ്ഞ വേർഡ്സ് ഒക്കെ ഡിറൈവ് ചെയ്തേക്കുന്നത്. ഈ ഹോസ്പസ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താണ്? ഗസ്റ്റ്, ഒരു അതിഥി എന്നോ, അല്ലെങ്കിൽ വൺ ഹു പ്രൊവൈഡ് ലോഡ്ജിങ് ഓർ എന്റർടൈൻമെന്റ് ഫോർ എ ഗസ്റ്റ്, ഒരു അതിഥിക്ക് വിരുന്നൊരുക്കുന്നവൻ എന്നോ നമുക്ക് ഈ ഹോസ്പസ് എന്ന വേർഡ് മീൻ ചെയ്യാം. മീനിങ് ആണ് ഒരു അതിഥി എന്നോ അല്ലെങ്കിൽ ആ അതിഥിക്ക് വിരുന്നൊരുക്കുന്നവൻ എന്നോ ഒരു അർത്ഥമായിട്ടുള്ള ഹോസ്പസ് എന്ന വേർഡിൽ നിന്നാണ് ഈ വേർഡുകളൊക്കെ ഡിറൈവ് ചെയ്തേക്കുന്നത്. From this gradual evolution through the 18th and 19th centuries, 18ാം നൂറ്റാണ്ടുകളിലെയും 19ാം നൂറ്റാണ്ടുകളിലെയും ആവിർഭവിച്ചിട്ടുള്ള ഹോസ്പിറ്റൽ എന്ന ഒരു സംരംഭം 18ാം നൂറ്റാണ്ടിലും 19ാം നൂറ്റാണ്ടിലും ഒക്കെയാണ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു സംരംഭം ആരംഭിച്ചത്. അപ്പൊ അങ്ങനെ ആരംഭിച്ചുള്ള സംരംഭം കഴിഞ്ഞ ഒരു പാസ്റ്റ് 15 years, ഡ്യൂറിംഗ് ദ പാസ്റ്റ് 15 years, ഈ കഴിഞ്ഞ ഒരു 50 വർഷങ്ങളായിട്ട് സോ ദ കൺസെപ്റ്റ് ഓഫ് ടുഡേസ് ഹോസ്പിറ്റൽ, ഇന്നത്തെ ഒരു ഹോസ്പിറ്റൽ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ഒരു 50 വർഷങ്ങളായിട്ട് ആവിർഭവിച്ചിട്ടുള്ള ഹോസ്പിറ്റൽ എന്ന സംരംഭം ഇപ്പൊ പാസ്റ്റ് 15 years, 50 വർഷങ്ങളായിട്ട് ഇന്നത്തെ ഒരു ഹോസ്പിറ്റൽ എന്നൊരു ആശയത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. Okay, concept of the today's hospital contrasting basically from an old idea of a hospital as no more than the place for the treatment of the sick. രോഗികളുടെ ചികിത്സ അതാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്, നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സ്ഥലം. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലമല്ലാതെ, അതിനാൽ ആശുപത്രികളുടെ ഇന്നത്തെ ഒരു ഹോസ്പിറ്റൽസിന്റെ ഒരു ആശയം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ആശുപത്രി എന്ന ഒരു പഴയ ഒരു ആശയത്തിൽ നിന്നും ഒരു പുതിയൊരു കൺസെപ്റ്റിലേക്ക് എത്തിച്ചേർന്നേക്കാണ്. അതായത് പണ്ട് ഈ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, പക്ഷെ ഇന്നൊരു 50 വർഷങ്ങളായിട്ട് ആ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് അത് തന്നെ മാറി ഒരു പുതിയ ഒരു ആശയത്തിലേക്ക് വന്നു ചേർത്തിരിക്കുകയാണ്. അതായത് കറന്റ്ലി ദ ഹോസ്പിറ്റൽ ആർ നോട്ട് ജസ്റ്റ് ആസ് എ ഹീലിംഗ് സെന്റേഴ്സ്. ഇന്ന് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ചികിത്സയ്ക്ക് മാത്രമുള്ള ഒരു കേന്ദ്രങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ മരുന്ന് മാത്രം നൽകുന്ന അല്ലെങ്കിൽ ചികിത്സ മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന കേന്ദ്രമല്ല, ബട്ട് ഓൾസോ എ പ്ലേസ് ദാറ്റ് ആക്ച്വലി പ്രൊമോട്ട് ഹെൽത്ത്ഫുൾ ലിവിങ്. എന്താണ്? ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു ഹെൽത്ത്ഫുൾ ലിവിങ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കേന്ദ്രമാണ് ഹോസ്പിറ്റൽ. മനസ്സിലായോ? അപ്പൊ പണ്ടത്തെ ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു ആശയം ഒരു 50 വർഷങ്ങളായിട്ട് പുതിയൊരു കൺസെപ്റ്റിലേക്ക് എത്തിച്ചേർന്നേക്കുവാണ്. അപ്പോൾ പണ്ടെന്ന് പറഞ്ഞ എന്താണ്? ഒരു ഹീലിംഗ് സെന്റേഴ്സ് ആണ്. ഹോസ്പിറ്റൽ ആർ ജസ്റ്റ് ഹീലിംഗ് സെന്റേഴ്സ്, ഒരു ചികിത്സ കൊടുക്കുന്ന ഒരു കേന്ദ്രം മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് currently the hospital are not just seen as a healing centers. ഇന്ന് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഒരു ഹീലിംഗ് സെന്റേഴ്സ് മാത്രമല്ല, but also a place that actually promote healthful living. ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കേന്ദ്രമാണ്, ഒരു പ്ലേസ് ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. മനസ്സിലായോ?
ഹിസ്റ്ററി പോലെ ഒരു ഇൻട്രൊഡക്ഷനിൽ തന്നെ ഹോസ്പിറ്റൽ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് പറയുന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് ഹിസ്റ്ററിയുമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതിനകത്ത് ഇവിടെ ചോദിക്കും ഹോസ്പസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഏത് ലാറ്റിൻ വേർഡിൽ നിന്നാണ്? ഏത് ലാറ്റിൻ വേർഡിൽ നിന്നാണ്? ഹോസ്പസ്. ഹോസ്പസ്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ എന്താ പറയാ, ഇതിനകത്തുനിന്നൊന്നും അധികം വൺ വേർഡ്സുകൾ വന്നില്ല. എന്നാലും ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഇനി അതിന്റെ മീനിങ് എന്താണ്? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഹോസ്പസ്? ദ വേർഡ് ഹോസ്പസ്, ഗസ്റ്റ് ഓർ വിസിറ്റർ. ഗസ്റ്റ് എന്നോ വിസിറ്റർ എന്നോ ഒക്കെയാണ് അതിന്റെ മീനിങ്. അല്ലെങ്കിൽ അതിന് ഒരു അതിഥിക്ക് വിരുന്നൊരുക്കുന്നവൻ, one who provide lodging or entertainment for the guest or visitor. ഗസ്റ്റിനോ വിസിറ്ററിനോ ഒക്കെ വിരുന്നൊരുക്കുന്നവൻ എന്ന അർത്ഥത്തിലും ഈ എന്താണ് ഹോസ്പസ് എന്ന വേർഡ് മീൻ ചെയ്യുന്നു. ഇനി കഴിഞ്ഞ 18ാം നൂറ്റാണ്ടിലും 19ാം നൂറ്റാണ്ടിലെയും ആവിർഭവിച്ചിട്ടുള്ള ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സംരംഭം ഇന്ന് ഒരു 50 വർഷങ്ങളായിട്ട് ഒരു പുതിയൊരു കൺസെപ്റ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതായത് ടുഡേസ് ഹോസ്പിറ്റൽ, ഇന്നത്തെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു പഴയൊരു ആശയത്തിൽ നിന്ന് പുതിയൊരു ആശയത്തിലേക്ക് വന്നിരിക്കുന്നു. പണ്ട് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു ഹീലിംഗ് സെന്റർ മാത്രമാണ്. എന്നാൽ ഇന്ന് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ബട്ട് ഓൾസോ ദ പ്ലേസ് ദാറ്റ് ആക്ച്വലി പ്രൊമോട്ട് ഹെൽത്ത്ഫുൾ ലിവിങ്. ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം പ്രദാനം ചെയ്യുന്ന ഒരു കേന്ദ്രമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ. The general public would prefer to visit a hospital that offers me facility rather than going to a hospital that only satisfied to the patient care. ഇവിടെ നോക്കിയേ, ജനറൽ പബ്ലിക് നമ്മൾ എങ്ങനെയുള്ള ഹോസ്പിറ്റലിലേക്ക് പോകാനാ ഇഷ്ടപ്പെടുന്നത്? എങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ പോകാനാ ഇഷ്ടപ്പെടുന്നേ? നല്ല ഫെസിലിറ്റി ഒക്കെ ഉള്ള ഹോസ്പിറ്റലിൽ പോകാനാ ഇഷ്ടപ്പെടുന്നേ, അല്ലേ? ഒരു സൗകര്യമൊന്നും ഇല്ലാത്ത ഹോസ്പിറ്റലിലേക്ക് ചെല്ലാനാണോ നമ്മൾ ഇഷ്ടപ്പെടുന്നത്? ജനറൽ പബ്ലിക് നോക്കിയ സാധാരണ ആളുകള് വുഡ് പ്രിഫർ, അവർ ഏതാ പ്രിഫർ ചെയ്യുന്നേ? ടു വിസിറ്റ് ദ ഹോസ്പിറ്റൽ ദാറ്റ് ഓഫേഴ്സ് മീ ഫെസിലിറ്റി റാദർ ദാൻ ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ ഒൺലി. അവർക്കടെ ഒരു പേഷ്യന്റിന്റെ കാര്യങ്ങളെ അവർക്കടെ ഇതിനെ സാറ്റിസ്ഫൈ തൃപ്തിപ്പെടുത്തണേ, പേഷ്യന്റ് കെയർ, രോഗി പരിചരണം, രോഗികളുടെ ആ പേഷ്യന്റ് കെയർ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അവരെ ഒരു ധാരാളം ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലാനാണ്, എത്തിപ്പെടാനാണ് അവര് ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ജനറൽ പബ്ലിക് അങ്ങനെയാണ് എന്താ പറയാ പ്രിഫർ ചെയ്യുന്നത്. സാധാരണ രോഗിയുടെ ഒരു ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ധാരാളം ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാനാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. With this concept, the image of the hospital gradually become good. And അപ്പോ അതിനനുസരിച്ച് ഇന്നത്തെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഇമേജ് എന്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? ക്രമേണ മികച്ച ഒരു നല്ലൊരു ആശയത്തോടെ ആശുപത്രി എന്ന് പറയുന്ന ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു നല്ലൊരു മികച്ചതായി മാറുകയും പിന്നെ അതിനോടൊപ്പം തന്നെ അത് ഇമേജ് ഓഫ് ദ ഹോസ്പിറ്റൽ ഗ്രാജുവലി ബിക്കം ഗുഡ്. ഇന്നത്തെ ആ ഹോസ്പിറ്റലിന്റെ ഇമേജ് നല്ല ഒരു ക്രമേണ അത് മാറി നല്ലൊരു ഇതിലേക്ക് വരികയും ആൻഡ് ദേ ബീയിങ് എറൈസൺ അഗൈൻ ഫ്രം ജസ്റ്റ് സി എ സെന്റർ ഓഫ് ഫോർ മെഡിക്കൽ കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് ടു ദ ഫെസിലിറ്റി പ്രൊവൈഡിങ്. ഇവിടെ 4 വേർഡ് നോക്കണം കേട്ടോ. കോംപ്രഹെൻസീവ്, പ്രിവെന്റീവ്, ക്യൂറേറ്റീവ് ആൻഡ് റീഹാബിലേഷൻ സർവീസ്. എന്താ കോംപ്രഹെൻസീവ് എന്ന് പറഞ്ഞത്? കോംപ്രഹെൻസീവ് സമഗ്രമായ, പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കുന്നത്, പ്രിവെന്റീവ്. ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞ മീനിങ് എന്താണെന്നറിയോ? രോഗശാന്തി നൽകുന്നത്, ക്യൂറേറ്റീവ്. ആൻഡ് റീഹാബിലിറ്റേഷൻ, പുനരധിവാസ കേന്ദ്രങ്ങള്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേക്കണേ? അപ്പൊ നമ്മളിപ്പോ എന്നാ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് മെഡിക്കൽ കെയറിനും ട്രീറ്റ്മെന്റിനും ഉള്ള ചികിത്സയ്ക്കുമുള്ള കേന്ദ്രങ്ങൾ മാത്രമല്ല, അതിൽ നിന്ന് ഇപ്പോ എന്താ പ്രൊവൈഡിങ് ധാരാളം ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന കോംപ്രഹെൻസീവ്, എങ്ങനെയുള്ള ഫെസിലിറ്റിയാണ്? കോംപ്രഹെൻസീവ്, പ്രിവെന്റീവ്, ക്യൂറേറ്റീവ് ആൻഡ് റീഹാബിലേഷൻ സർവീസ് നൽകുന്ന കേന്ദ്രങ്ങളാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പോ ജസ്റ്റ് മെഡിക്കൽ കെയറും ട്രീറ്റ്മെന്റും കൊടുക്കുന്നതിനേക്കാളും അത് കൊടുക്കുന്ന കേന്ദ്രങ്ങൾ മാത്രമല്ല, ഇന്നത്തെ ധാരാളം ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന അത് ഫെസിലിറ്റി എന്തൊക്കെയാ?
സമഗ്രമായിട്ടുള്ളതും പ്രതിരോധിക്കുന്നതും രോഗശാന്തി നൽകുന്നതും പുനരധിവാസ റീഹാബിലിറ്റേഷൻ സർവീസ് നൽകുന്ന കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. പഴയ ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു ഇതിൽ നിന്ന് ഇന്നത്തെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു നല്ലൊരു ഇത് മാറ്റം വന്നിരിക്കുകയാണ് പറഞ്ഞേക്കുന്നത്. പണ്ട് ഒരു ഹീലിംഗ് സെന്റർ, ചികിത്സിക്കുന്ന ഒരു കേന്ദ്രം മാത്രമായിരുന്നു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോഴെന്താണ് അത് അതിനേക്കാളും കൂടുതൽ ആക്ച്വലി ഹെൽത്ത്ഫുൾ, ഒരു ആരോഗ്യകരമായ ഹെൽത്ത്ഫുൾ ലിവിങ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കൊണ്ട് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പോ നമുക്ക് ബാക്കിത്തെ അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പൊ ജസ്റ്റ് 2 പാരഗ്രാഫാണ് ഒന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് റീഡ് ചെയ്ത് നോക്കാം. ഇതിനകത്ത് അങ്ങനെ അധികം വൺ വേർഡ്സുകൾ ഈ ഇൻട്രൊഡക്ഷനിൽ അങ്ങനെ ഇല്ല. അപ്പൊ ആ വേർഡ് ഏതാണ്, അതിൽ നിന്ന് അതിന്റെ മീനിങ് എന്താണ്, അങ്ങനെയുള്ളത് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അപ്പോ ഇന്ന് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഹീലിംഗ് സെന്റേഴ്സ് മാത്രമല്ല, അവിടെ ഒരു ഹെൽത്ത്ഫുൾ ലിവിങ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്ലേസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പണ്ടത്തെ രോഗികള് പഴയ ഒരു ഇതിനകത്ത് വെച്ച് നോക്കുമ്പോൾ സാധാരണ ആളുകൾ അവര് ധാരാളം ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാനാണ് ഇഷ്ടപ്പെടുന്നത്. അവർക്കുടെ പേഷ്യന്റ് കെയർ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നല്ലൊരു കൂടുതൽ ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാനാണ് ജനറൽ പബ്ലിക് താല്പര്യപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കൺസെപ്റ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പണ്ടത്തേതിൽ നിന്ന് കാലക്രമേണ മാറി ഒരു നല്ലൊരു രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കെയറും ട്രീറ്റ്മെന്റും കൊടുക്കുന്ന ഒരു കേന്ദ്രം മാത്രമല്ല, അവിടെ ധാരാളം ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഫെസിലിറ്റീസ് ഏതൊക്കെയാണ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ഫെസിലിറ്റീസ്? ഫെസിലിറ്റി പ്രൊവൈഡിങ് ഏതൊക്കെയാണ്? കോംപ്രഹെൻസീവ്, ആ 4 വേർഡും പഠിക്കണം. കോംപ്രഹെൻസീവ്, പ്രിവെന്റീവ്, ക്യൂറേറ്റീവ് ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസസ് ആണ് ഹോസ്പിറ്റൽ, കേന്ദ്രങ്ങളാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ചോദിക്കാം. ക്ലിയർ ആയിട്ട് തന്നെ ക്ലാസ്സുകൾ പോകണം. നിങ്ങൾക്ക് പറഞ്ഞു തന്നേലോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലിയർ ആവാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ടോ തോന്നുന്നുണ്ടോ? മനസ്സിലായില്ലെങ്കിൽ പറയണോ കേട്ടോ. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് നോട്ടുകൾ എഴുതിയെടുക്കാനോ അല്ലെങ്കിൽ സ്പെല്ലിങ്, ഈവൻ ഇഫ് നിങ്ങൾ സ്പെല്ലിംഗ് അല്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കാതിരിക്കരുത്. ആർക്കെങ്കിലും സ്പെല്ലിംഗ് ഏതെങ്കിലും ക്ലിയർ അല്ലെങ്കിൽ ഒന്നുകൂടി ചോദിക്കാം. അപ്പൊ അത് ക്ലിയർ ആക്കി തരാം കേട്ടോ. അറിയില്ലാത്തതാണെങ്കിലും അങ്ങനെ അതിനൊരു ഇതും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി, നിങ്ങൾക്ക് അത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ അതൊന്നുകൂടി ഒന്നുകൂടി പറയാമോ, ക്ലിയർ ആക്കി തന്നെ പോവുക. എന്നാ ഇനിയിപ്പോ എന്താ പറയാ, ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ? ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് വേറെ അയച്ചു തരുമോ? നോട്ടോ നിങ്ങൾക്ക് ഇതിന്റെ നോട്ട്സ് എന്താ പറയാ, നിങ്ങൾക്ക് പ്രിന്റഡ് നോട്ട് കിട്ടുന്നില്ലേ? വരും നിങ്ങൾക്ക് ഇതുവരെ നോട്ട്സ് ഒന്നും അയച്ചിട്ടില്ല? എങ്ങനെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയക്കാന്ന് പറഞ്ഞത്. PDF ആയിട്ട് അയക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അയച്ചു തരും. അങ്ങനെയാണ് ചെയ്യാറ്. ഈ ക്ലാസ് ഇന്നലെ നിഷ മാമിന്റെ അയച്ചിട്ട് വന്നിട്ടില്ലായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ആ നോട്ട്സ് കറക്റ്റ് ആയിട്ട് തന്നെ അയച്ചു തരും. ഇപ്പൊ ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ 1-2 ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ ഒരുമിച്ച് അങ്ങനെയൊക്കെയാണ് തരുന്നത്. എന്തായാലും നിങ്ങൾക്ക് നോട്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഓരോ ക്ലാസ്സും കഴിയുമ്പോൾ, ഇന്നിപ്പോ ഇൻട്രൊഡക്ഷൻ അല്ലേ, വേറൊന്നുമില്ല, ഓരോ ക്ലാസ് കഴിയുമ്പോഴും അതിന്റെ 5 ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അതും തരും കേട്ടോ. അപ്പൊ അത് നിങ്ങൾ അന്നന്ന് തന്നെ നമ്മൾ എടുക്കുന്ന ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ്. അതും നിങ്ങൾ നോക്കി പോവുക. ഓക്കെ, ഞാനിപ്പോ ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. 2:00 പറഞ്ഞ സമയം നമ്മളൊരു 5 മിനിറ്റ് കഴിഞ്ഞല്ലേ കയറിയത്, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് നാളെ ഇനിയിപ്പോ എന്താന്ന് നാളെ എങ്ങനെയാന്ന് അറിയില്ല, ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത ദിവസം തന്നെ ടൈം ടേബിളും തരും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ പിന്നെ ഒരു കാര്യം പറയാം, ഇവിടെ 3 ടീച്ചേഴ്സ് ആണ്. 3 ടീച്ചേഴ്സ് സാറ് ഇംഗ്ലീഷ് എടുക്കുന്നുണ്ട്. നിഷ് ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവും ഓരോ ടീച്ചേഴ്സിനും ഓരോ ബുക്ക് നിങ്ങൾ കരുതി വെക്കുക കേട്ടോ. നമ്മൾ ലെക്ചർ നോട്ടായിട്ടോ അല്ലെങ്കിൽ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യാനായിട്ട് ഓരോ ടീച്ചേഴ്സിനും വേണ്ടിയിട്ട് ഓരോ ബുക്ക് എടുത്തിരിക്കുക. അതിനകത്ത് ആ ടീച്ചേഴ്സിന്റെ പേര് എഴുതുക. നിങ്ങൾ ചാപ്റ്റേഴ്സിന്റെ ഇത് നോക്കണ്ട, അത് പറഞ്ഞു തരാം.
അപ്പൊ നിങ്ങളൊന്ന് ഓരോ ടീച്ചേഴ്സിന്റെ പേര് ഇട്ടിട്ട് ഓരോ ബുക്ക് എടുത്ത് വെക്കാം. ഇനി എല്ലാവരുടെയും കൂടി ഒരുമിച്ച് ഒരു നോട്ടിൽ എഴുതുമ്പോൾ നിങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് റിവിഷൻ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പൊ ഒരു 4 നോട്ട്ബുക്ക് നിങ്ങൾ കരുതി വെക്കുക. ഓക്കെ, ഇംഗ്ലീഷിനും പിന്നെ ഞങ്ങൾ 3 ടീച്ചേഴ്സ്, നിഷ് ടീച്ചർ ഉണ്ട്, എന്റെ പേര് രമ്യ, പിന്നെ അടുത്ത അശ്വതി ടീച്ചർ ഇപ്പൊ ക്ലാസ്സിൽ കയറാനായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ടീച്ചറോട് അങ്ങനെ ഒരു 4 നോട്ട്ബുക്ക് നിങ്ങൾ കരുതി വെക്കുക കേട്ടോ. ഓക്കെ, ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം എന്ന് ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു. Okay, thank you, ma'am. താങ്ക് യു.